ഹിമാചൽ പ്രദേശിലെ റോത്തങ് പാസിൽ സൈനിക വിമാനം അപകടത്തിൽപ്പെട്ട് വീരമൃത്യു വരിച്ച സൈനികൻ തോമസ് ചെറിയാന്റെ ഭൗതികദേഹം പത്തനംതിട്ട ജില്ലയിലെത്തിക്കഴിഞ്ഞു. രാവിലെ 6:30 തിരുവനന്തപുരം പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്ന് വിലാപയാത്ര തിരിച്ചത്. ഇവരുകളുമായി ഈ വിലാപയാത്രയ്ക്കൊപ്പം ഇപ്പോൾ ശാലിനിയും ഒപ്പം ഇലന്തൂരിലെ വസതിയിൽ നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്തും ചേരുകയാണ്. ശാലിനി അല്പസമയം മാത്രമാണ് ഇലന്തൂരിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്താൻ ബാക്കിയുള്ളത്. ഇപ്പോൾ എവിടെയാണ് വിലാപയാത്ര പിന്നിട്ടിരിക്കുന്നത്? ഇപ്പോൾ ഈ വിലാപയാത്ര ഓമല്ലൂർ പിന്നിടുകയാണ്. ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഇലന്തൂരിലേക്ക് എത്താൻ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്ക് ഭൗതികദേഹം എത്താൻ. ഇന്ന് രാവിലെ 6:30 തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭൗതികദേഹം സൈനിക വാഹനത്തിൽ സൈനിക അകമ്പടിയോടുകൂടി തിരുവനന്തപുരത്ത് നിന്നും യാത്ര തിരിച്ചത്. വിലാപയാത്രയായി എല്ലാവർക്കും കാണാനുള്ള അവസരം ഒരുക്കിക്കൊണ്ട് വളരെ സാവധാനം തന്നെയാണ് വാഹനവ്യൂഹം കടന്നു പോകുന്നത്. അല്പസമയത്തിനകം ഇലന്തൂരിലേക്ക് വീട്ടിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും മുൻപിലായി ഓരോ സ്റ്റേഷനുകൾ പിന്നിടുമ്പോഴുള്ള പൈലറ്റ് വാഹനങ്ങളുണ്ട്. തൊട്ടു പുറകെയായി ആർമി വാഹനമുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭൗതികദേഹമുള്ള വാഹനമുണ്ട്, ആംബുലൻസ് ഉണ്ട്. അതിനുശേഷമായിരിക്കും ഉള്ള മറ്റ് ആർമി വാഹനങ്ങൾ ഉള്ളത്. നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം തുറന്ന വാഹനത്തിലേക്ക്, സൈന്യത്തിന്റെ തുറന്ന വാഹനത്തിലേക്ക് മാറ്റാനായി ഒരു സ്ഥലത്ത്, ഓമല്ലൂരിലെ തന്നെ ഒരു സ്ഥലത്ത് എത്തിച്ചിരിക്കുകയാണ്. ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അല്പസമയത്തിനകം തുറന്ന വാഹനത്തിലേക്ക് ഈ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം മാറ്റും. ഓമല്ലൂരിലാണ് ഇപ്പോൾ ആ ഭൗതികദേഹം ഉള്ളത്. ഓമല്ലൂരിലെ സെന്റ് തോമസ് പള്ളി അങ്കണത്തിന് സമീപത്താണ് ഇപ്പോൾ ആംബുലൻസ് എത്തിയിട്ടുള്ളത്. ആംബുലൻസ് മാത്രമായി ആ കോമ്പൗണ്ടിലേക്ക് കയറ്റിയിരിക്കുകയാണ്. ഇവിടെ ഇറക്കിയതിന് ശേഷം അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഈ ആംബുലൻസിൽ നിന്നും മറ്റ് സൈന്യത്തിന്റെ തുറന്ന വാഹനത്തിലേക്ക് മാറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങളടക്കം പകർത്തുന്നതിന് നമുക്ക് ചില നിയന്ത്രണങ്ങൾ ഉണ്ട്. അതിനുശേഷം ഇനി മറ്റ് വാഹനത്തിലേക്ക്, അതായത് തുറന്ന വാഹനത്തിലേക്ക് ഭൗതികദേഹം കയറ്റുകയാണ്. ശാലിനിയിലേക്ക് എത്താൻ ഇപ്പോൾ പ്രശാന്ത് ശങ്കരമംഗലത്ത് ഇലന്തൂരിലെ വസതിയിൽ നിന്നും ശരിയാണ്. പ്രശാന്ത്, ശാലിനി പറഞ്ഞതുപോലെ തന്നെ അല്പസമയത്തിനകം തന്നെ ഈ ഇലന്തൂരിലെ വസതിയിലേക്ക് ഭൗതികദേഹം എത്തിക്കും. ഇപ്പോൾ ഓമല്ലൂരിൽ തുറന്ന വാഹനത്തിലേക്ക് ഭൗതികദേഹം കയറ്റുന്ന ഒരു തയ്യാറെടുപ്പിലാണ്. ഇലന്തൂരിലെ വസതിയിൽ നിരവധി ആൾക്കാർ തന്നെയാണ് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. കെ പി സുരേഷ്, വിലാപയാത്ര ആരംഭിക്കുന്ന ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഈ മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനം എത്തും. വിലാപയാത്രയ്ക്കായുള്ള രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിന്നെല്ലാം നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഈ വാർത്ത അറിഞ്ഞ് നിരവധി പേർ എത്തിയിരുന്നു. അവസാനമായി അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ പ്രിയ സൈനികനെ, ധീര സൈനികനെ അന്ത്യോപചാരം അർപ്പിക്കാനായി നിരവധി പേർ ഇവിടേക്ക് എത്തുകയും ചെയ്തു. പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ പൗരസമിതിയുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ചടങ്ങ് ഇവിടെ നടക്കുക. ഇപ്പോൾ നമ്മൾക്ക് ഇലന്തൂർ പഞ്ചായത്ത് പ്രസിഡന്റും ഒപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഇപ്പോൾ ഇനിയുള്ളൊരു നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത്? ഓമല്ലൂർ പിന്നിട്ടിരിക്കുകയാണ്. നടപടിക്രമങ്ങൾ നമ്മൾ പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. അവിടെ ബോഡി ഉണ്ടെന്ന് വെക്കുക. അവിടുന്ന് തുറന്ന വാഹനത്തിൽ ബോഡി കയറ്റി അവരുടെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഇവിടെ പൊതുദർശനമായിട്ട് അങ്ങനെയൊന്നുമില്ലല്ലോ? അങ്ങനെ ഇല്ലെന്നാണ് പറഞ്ഞത്. എത്ര സമയമെടുക്കും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവരികയും ഈ വിലാപയാത്രയോടനുബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം എത്ര സമയം എടുക്കും? ഒരു 10 മിനിറ്റ് എടുക്കും. പിന്നീട് എങ്ങനെയാണ് വിലാപയാത്ര ഇവിടെ നിന്ന് പഞ്ചായത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ പൗരസമിതിയൊക്കെ അതെങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ പൗരസമിതിയും അതിൻ്റെ കൂടെ കൂടി ഭവനത്തിലേക്ക് നമ്മൾ വിലാപയാത്രയായിട്ട് പോയി ബോഡി അവിടെ കൊണ്ട് എത്തിക്കും. കെ പി സുരേഷ്, അങ്ങനെയാണ്. ഇവിടുന്ന് ഒരു 10 നിമിഷം മാത്രമേ ഇവിടെ ചടങ്ങുകൾ മാത്രമേ ഉണ്ടാകൂ. അതിനുശേഷം വിലാപയാത്ര ആരംഭിക്കും. വിലാപയാത്ര കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വീട്ടിലേക്ക് തിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വീട്ടിലെത്തിയാൽ പിന്നീട് പൊതുദർശനം അടക്കമുള്ള നടപടികൾ അല്ലെങ്കിൽ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. അവിടെ പൊതുദർശനവും സംഘടിപ്പിക്കും. ഒട്ടേറെ പേർ ഈ വാർത്ത അറിഞ്ഞ് ഒട്ടേറെ പേർ ഇലന്തൂരേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. തങ്ങളുടെ പ്രിയ സൈനികനെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി. നമുക്കറിയാം, ഈ തലമുറയിൽ പെട്ടിരിക്കുന്ന ആർക്കും
ഇത്തരത്തിലൊരു സംഭവം, ഈ ഒരു വാർത്ത അറിയില്ലായിരുന്നു, ഇങ്ങനൊരു സൈനികൻ്റെ വിവരം പോലും അറിയില്ലായിരുന്നു. എന്നാൽ അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസമാണ് ഈ വാർത്ത വന്നതോടുകൂടിയാണ് തങ്ങളുടെ നാട്ടിൽ ഇത്തരത്തിലൊരു ധീര സൈനികൻ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രദേശവാസികൾ അറിയുന്നത്. അത് അറിഞ്ഞ നിമിഷം മുതൽ തന്നെ വീട്ടിലേക്കടക്കം നിരവധി പേർ, രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിന്നടക്കമുള്ളവർ നിരവധി പേർ ഇവിടേക്ക് എത്തിയിരുന്നു. ഇനിയിപ്പോൾ ഓമല്ലൂർ പിന്നിട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് അവസാനമായി കിട്ടിയ വിവരം. ഏകദേശം ഓമല്ലൂർ പിന്നിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു 10-15 നിമിഷം മാത്രമാണ് ഇവിടേക്ക് എത്താനുള്ള താമസം. അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തുറന്ന വാഹനത്തിലേക്ക് ഭൗതിക ശരീരം കയറ്റുന്നതോടനുബന്ധിച്ചുള്ള ഈ വിലാപയാത്രയോടനുബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുക. എന്തായാലും ഇനി അതിനുള്ളൊരു ഒരുക്കങ്ങളും ചിട്ടവട്ടങ്ങളും എല്ലാം ഇവിടെയും നടക്കുകയാണ്. നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ സൈന്യത്തിൻ്റെ ഒരു വലിയ ഒരു പ്രയത്നം ഇത്തരത്തിലുണ്ട്. ഈ തോമസ് ചെറിയാനെ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കുന്നത് നമുക്കറിയാം 56 വർഷം പിന്നിടുന്നു. 1968 ആണ് ഈ അപകടമുണ്ടാകുന്നത്. അതിനുശേഷം പലതവണ തിരച്ചിൽ നടക്കുന്നു. ആ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ പലതവണ തിരച്ചിലുകൾ നടന്നിരുന്നു. ഇത് മനുഷ്യന് എത്തപ്പെടാൻ കഴിയാത്തൊരു മേഖല, എത്തപ്പെടാൻ കഴിയാത്തൊരു സ്ഥലം, അവിടേക്ക് മനുഷ്യപ്രയത്നം കൊണ്ട് എത്താൻ കഴിയാത്ത ആ സ്ഥലത്തേക്ക് പലതവണ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ അന്തരിച്ച അപകടത്തിൽപ്പെട്ട സൈനികർക്കായുള്ള തിരച്ചിൽ നടത്തിയിരുന്നു. അതിൽ പലതവണയായി 5ഓളം മൃതദേഹങ്ങളാണ് ലഭിക്കുകയും ചെയ്തത്. അതിനുശേഷവും ഈ പ്രയത്നം ഉപേക്ഷിക്കാൻ സൈന്യം തയ്യാറായിരുന്നില്ല. കാരണം തങ്ങളുടെ പ്രിയ സൈനികർ, തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന തങ്ങളുടെ പ്രിയ സൈനികരെ അവിടെ ഉപേക്ഷിക്കാൻ ഭാരത സൈന്യം തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവസാനമുള്ള ഒരാളെ പോലും നാട്ടിലേക്ക് എത്തിക്കാൻ, അവരുടെ ബന്ധുക്കൾക്ക് അന്ത്യോപചാരം അവസാനമായി അന്ത്യോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നത് ഒരു വലിയ കൃത്യം ഭാരത സൈന്യത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായി എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതിൻ്റെ ഒരു പ്രയത്നത്തിൻ്റെ കൂടി ഫലമാണ് ഇന്ന് തോമസ് ചെറിയാൻ്റെ ഭൗതിക ശരീരം ഈ ഇലന്തൂരിലെ പ്രദേശവാസികൾക്ക്, ജനങ്ങൾക്ക് ഒരു നോക്ക് കാണുവാനുള്ള അവസരമുണ്ടായിരിക്കുന്നത്, അതുപോലെ തന്നെ അന്ത്യോപചാരം അർപ്പിക്കാനുള്ള അവസരമുണ്ടായിരിക്കുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായതും ഈ സൈന്യത്തിൻ്റെ നടപടി തന്നെയാണ്. പല ഘട്ടങ്ങളിൽ നമുക്കറിയാം, ഇത്തരത്തിൽ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്രത്തോളം വർഷമെടുക്കുമ്പോൾ ഈ അന്വേഷണം അല്ലെങ്കിൽ തെരച്ചിൽ അതുപോലെയുള്ള നടപടിക്രമങ്ങളെല്ലാം ഉപേക്ഷിക്കേണ്ടതാണ്. എന്നാൽ അത്തരത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഉപേക്ഷിച്ച് കളയുവാൻ ഭാരത സൈന്യം തയ്യാറായിരുന്നില്ല. അതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിൽ പലതവണ തെരച്ചിൽ നടത്തുകയും ഈ തങ്ങൾക്ക് പ്രിയപ്പെട്ടവരുടെ ഭൗതിക വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള നിലയിലേക്ക്, അല്ലെങ്കിൽ ആ രീതിയിൽ ഭൗതിക ശരീരം ലഭിക്കുന്ന രീതിയിലേക്കുള്ള പ്രയത്നം സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു മുഹൂർത്തം, ഇത്തരത്തിൽ ഈ 56 വർഷങ്ങൾ പിന്നിടുന്ന ഈ അവസരത്തിലും തോമസ് ചെറിയാനെ ഈ ഇലന്തൂരിലെ ജനങ്ങൾക്കും പ്രദേശവാസികളും അതോടൊപ്പം തന്നെ വീട്ടിലെ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും സഹോദരങ്ങൾക്കും എല്ലാം ഒരു നോക്ക് കാണുവാനും അന്ത്യോപചാരം അർപ്പിക്കുവാനും അവസാനമായൊരു അന്ത്യകുടീരം ഒരുക്കുന്നതിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇനി എന്തായാലും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഏകദേശം 10 നിമിഷത്തിനുള്ളിൽ ഇവിടേക്ക് ഈ മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് ഭൗതിക ശരീരം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നിരവധി ആൾക്കാരാണ് ഈ ഭൗതികദേഹം അവസാനമായി ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രശാന്ത് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇങ്ങനെയുള്ളൊരു സംഭവം അത് കേട്ടറിഞ്ഞ് അനവധി ആൾക്കാർ, ആ പ്രദേശത്ത് നിന്ന് പുറത്തുനിന്നുള്ള ആൾക്കാർ പോലും ആ ധീര സൈനികനെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്, അല്ലേ? KP സുരേഷ്, തീർച്ചയായും രാവിലെ മുതൽ തന്നെ നമ്മൾ ഏകദേശം 6 മണിയോട് കൂടിയാണ് ഇവിടേക്ക് എത്തിയത്, ഇലന്തൂരേക്ക് എത്തിയത്. ആ സമയം മുതൽ ഈ മാർക്കറ്റ് ജംഗ്ഷനിലും പരിസരങ്ങളിലുമായി നിരവധി ആളുകളാണ് ഒഴുകിയെത്തിയത്. ഈ വാർത്താ മാധ്യമങ്ങളിലൂടെയെല്ലാം വന്നതോടുകൂടി തന്നെ ആദ്യം മുതൽ തന്നെ ഈ വാർത്ത വന്ന സമയം തന്നെ ആ കുടുംബത്തെ കണ്ട് ആശ്വസിപ്പിക്കുവാനും അതുപോലെ തന്നെ ആദരാഞ്ജലി അർപ്പിക്കുവാനും അടക്കം നിരവധി പേർ എത്തിയിരുന്നു. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള അടക്കമുള്ളവർ എത്തിയിരുന്നു. അതുപോലെ തന്നെ സ്ഥലത്തെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ളവരെല്ലാം ഇവിടേക്ക് ഒഴുകിയെത്തുകയും ചെയ്തു. അതിനുശേഷമാണെന്ന് സംസ്കാരം നടക്കുന്ന ഭൗതിക ശരീരം ഈ വീട്ടിലേക്ക്, ഇലന്തൂരിൻ്റെ മണ്ണിലേക്ക് എത്തിക്കുന്ന ആ നിമിഷം വലിയൊരു ജനാവലിയാണ് ഈ മാർക്കറ്റ് ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ് ഈ വാർത്ത കേട്ടറിഞ്ഞും ഒക്കെ ഈ തങ്ങളുടെ പ്രിയപുത്രനെ, നാടിൻ്റെ പ്രിയ സൈനികനെ ഒരു നോക്ക് കാണുവാനായി നിരവധി പേർ പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുകയാണ്. ഇനി മറ്റ് ചടങ്ങുകൾ, പൊതുദർശനം അടക്കമുള്ള ചടങ്ങുകൾ നടക്കേണ്ടിയിരിക്കുന്നത് 2 മണിയോട് കൂടിയാണ് ഭൗതിക ശരീരം സംസ്കരിക്കുന്നത്. ആ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും അതിൻ്റെ ശവകുടീരം ഒരുക്കുന്നതടക്കമുള്ള ചടങ്ങുകളും അദ്ദേഹത്തിൻ്റെ തന്നെ പള്ളിയിൽ നടക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കുടുംബക്കലറുകളിലാണ് സാധാരണ സംസ്കരിക്കാറുള്ളതെങ്കിൽ പോലും
എങ്കിലും ഇത് സൈനികന്റെ തോമസ് ചെറിയാൻ ഒരു ഉചിതമായ സ്ഥാനം കൊടുക്കണമെന്നതുകൊണ്ട് തന്നെ പ്രത്യേകം സജ്ജീകരിച്ചൊരു കല്ലറ, ആ പ്രത്യേകം സജ്ജീകരിച്ച കല്ലറയിലാണ് അന്ത്യവിശ്രമത്തിനുള്ള സൗകര്യം ഒരുക്കുന്നത്. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇവിടേക്ക് എത്തുവാനുള്ള നടപടിക്രമങ്ങളും വിവരങ്ങൾ നൽകിയത് പ്രശാന്ത് തുടങ്ങി. ഇപ്പോൾ സിജി ഉമേഷിലേക്ക് കൂടി. ഉമേഷ്, പ്രശാന്ത് പറഞ്ഞ പോലെ തന്നെ ഒരുക്കങ്ങൾ ഏത് തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ശാലിനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഓമല്ലൂർ പിന്നിട്ടിരിക്കുകയാണ് ഈ ഭൗതികദേഹം വഹിച്ചുള്ള വിലാപയാത്ര. പൊതുദർശനവുമായി ബന്ധപ്പെട്ട് സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി. KP, ഞാനിപ്പോൾ ഉള്ളത് തോമസ് ചെറിയാൻ്റെ വസതിയിലാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബ വീട് നേരത്തെ ഉണ്ടായിരുന്ന ഇടത്താണ്. ഇപ്പോൾ സഹോദരങ്ങളുടെ പുതിയൊരു വീട് നിർമ്മിച്ചിരുന്നു. ആ വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി വെക്കുക. ഇപ്പോൾ തന്നെ ഇവിടെ രാവിലെ മുതൽ തന്നെ ഇവിടെ നമ്മൾ എത്തിയപ്പോൾ മുതൽ ഇവിടേക്ക് ബന്ധുക്കളും പ്രദേശവാസികളും ഒക്കെ എത്തുന്നുണ്ട്. കാരണം ഈ തലമുറയ്ക്ക് ഇതൊക്കെ ഒരു കേട്ടുകേൾവി മാത്രമാണ്. 56 വർഷങ്ങൾക്ക് മുൻപാണ് തോമസ് ചെറിയാൻ നഷ്ടമാകുന്നത്. അതിനും 1 വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം സൈന്യത്തിൽ ചേരാനായി ഇവിടെ നിന്ന് പോകുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അദ്ദേഹത്തെ പരിചിതമല്ല. കേൾവിയിലൂടെ മാത്രമാണ്, അല്ലെങ്കിൽ പറഞ്ഞു കേട്ട കഥകളിലൂടെ മാത്രമാണുള്ളത്. എന്തായാലും ഈ അടുത്തിടയ്ക്ക് വീണ്ടും അദ്ദേഹത്തിൻ്റെ പേരിങ്ങനെ സജീവമായി കേൾക്കുകയും സിനിമാ കഥകളെ വെല്ലുന്ന തരത്തിലേക്ക് അത്തരമൊരു സംഭവ വികാസത്തിന് ഇലന്തൂർ ഗ്രാമം സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. 56 വർഷങ്ങൾ നീണ്ട സൈന്യത്തിൻ്റെ ഒരു തിരച്ചിലിൻ്റെ കഥ. ഒപ്പം ഇലന്തൂരിൽ നിന്ന് അത്രത്തോളം വർഷങ്ങൾ 5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ധീരനായ ഒരാൾ സൈന്യത്തിലേക്ക് ചേരാൻ പോകുന്നു. അദ്ദേഹം അവിടെ വീരമൃത്യു വരിക്കുന്നത്. ഇതൊക്കെ കഥകൾ പോലെ കേട്ടിരുന്ന ഒരു തലമുറയാണ്. അദ്ദേഹത്തെ ഒന്ന് കാണാനായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ് ബഹുഭൂരിപക്ഷം ഇപ്പോൾ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇലന്തൂർ ജംഗ്ഷനിലും വിലാപയാത്ര കടന്നു വരുന്ന മറ്റു വഴികളിലുമൊക്കെ ഈ നാട്ടിൻ്റെ മുക്കിലും മൂലയിലും ആളുകളൊക്കെ അങ്ങനെ കാത്തിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തെ ഒരു നോക്ക് കാണുക എന്നത് ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുക കൂടിയാണ്. കാരണം സൈന്യത്തിൻ്റെ ചരിത്രത്തിൽ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ദൈർഘ്യം നീണ്ടു നിന്ന ഒരു തിരച്ചിൽ ദൗത്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു പരിവേഷത്തോടുകൂടി, രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചൊരു പരിവേഷത്തോടുകൂടി തോമസ് ചെറിയാൻ്റെ ഭൗതിക ശരീരം നാട്ടിലേക്ക് എത്തുമ്പോൾ അതൊന്ന് കാണുക, അന്തിമോപചാരം അർപ്പിക്കുക എന്നത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുക കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു നിമിഷത്തിൻ്റെ ഭാഗമായി മാറാൻ ആയിരക്കണക്കിന് ആളുകൾ പലയിടങ്ങളിൽ നിന്നായി എത്തിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വീട്ടിലേക്ക് ബന്ധുക്കളെ ഒന്ന് കാണും, തോമസ് ചെറിയാൻ്റെ ബന്ധുക്കളെ ഒന്ന് കാണുവാൻ അനുശോചനം അറിയിക്കാനായി നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. സഭാ നേതൃത്വം, ഓർത്തഡോക്സ് സഭാവിശ്വാസിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം. സഭാ നേതൃത്വവും വലിയ പരിഗണന ഈ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. കുടുംബക്കല്ലറയിലല്ല, മറിച്ച് അദ്ദേഹത്തിന് പ്രത്യേകം ഈ ക്രൈസ്തവ പുരോഹിതന്മാരൊക്കെ മരിക്കുമ്പോൾ അവരുടെ കബറിടം തയ്യാറാക്കുന്ന തരത്തിലേക്ക് പള്ളിക്ക് സമീപത്ത് തന്നെ, പള്ളിമുറ്റത്ത് തന്നെ പ്രത്യേകം കല്ലറ ഇതിനായി തയ്യാറാക്കുന്നുണ്ട്, കബറിടം തയ്യാറാക്കുന്നുണ്ട്. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എല്ലാ ബഹുമതികളോടും കൂടിയാണ് അദ്ദേഹത്തെ അവസാനമായി യാത്രയയക്കാനെ കാത്തിരിക്കുന്നത്. നമ്മൾ ആദ്യ ദിവസം ഈ ഭൗതിക ശരീരം റൊത്താങ്ങിലെ മലമടക്കിൽ കണ്ടെത്തിയെന്ന വിവരം ആദ്യമായി സ്ഥിരീകരിച്ചപ്പോൾ നമ്മൾ ഇവിടേക്ക് എത്തിയപ്പോൾ ബന്ധുക്കൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വിഷമം അവർക്ക് അദ്ദേഹത്തെ ഓർക്കാനായി ഒരു ചിത്രം പോലും ഇല്ല എന്നതായിരുന്നു. പിന്നീട് ആ വിഷമം അവർ സൈന്യവുമായി പങ്കുവച്ചു. സൈന്യത്തിൻ്റെ ആ ഫയലിൽ നിന്ന് അവരുടെ ഒരു ചിത്രം അത് നൽകിയുണ്ടായി. ആ ചിത്രമാണ് ഇപ്പോൾ ഈ ഇലന്തൂർ പത്തനംതിട്ട നഗരത്തിൽ എവിടെ നോക്കിയാലും ആ ചിത്രം മാത്രമാണുള്ള. വിവിധ സംഘടനകൾ, വിവിധ ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ചിത്രം അനുശോചന കുറിപ്പോടൊപ്പം അദ്ദേഹത്തിൻ്റെ ചിത്രവും ചേർത്ത് വെക്കുന്നു. വീട്ടിലേക്ക് അദ്ദേഹം വരുന്നത് കാത്തിരിക്കുകയാണ് ബന്ധുക്കളൊപ്പം. അദ്ദേഹത്തോടൊപ്പം ആ സമയത്ത് സൈന്യ സേവനം അനുഷ്ഠിച്ച ചില ആളുകളൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സ്വദേശികളായ ചില ആളുകളും ഇവിടേക്ക് അദ്ദേഹത്തോടൊപ്പം വന്ന് ഉണ്ടായിരുന്ന, അദ്ദേഹത്തോടൊപ്പം ലഡാക്കിലേക്ക് പോകാൻ നിശ്ചയിക്കുമെന്ന് ചില സാങ്കേതിക തടസ്സങ്ങളാൽ അവിടേക്ക് പോകാൻ കഴിയാതിരുന്ന ചില ആളുകളൊക്കെ, ആ വിമാനത്തിൽ ഉണ്ടാവേണ്ടിയിരുന്ന ചില സൈനിക ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ റിട്ടയറായി. അവർ ഉത്തരേന്ത്യൻ സ്വദേശികളാണ്. അവരിൽ ചിലർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തോടൊപ്പം വന്ന് ഇവിടെ സ്കൂളുകൾ പഠിച്ച ആളുകളുമൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളുമൊപ്പം ഈ പ്രദേശവാസികളൊക്കെ മറന്നു തുടങ്ങിയിരുന്ന പേരായിരുന്നു. വീട്ടുകാർ മാത്രം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സൈന്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കത്തുകളിലൂടെ മാത്രമാണ് അദ്ദേഹത്തെ പിന്നീട് ഓർത്തിരുന്നത്. കാരണം നീണ്ട സുദീർഘമായ ഒരു വർഷമാണ് 56 വർഷം എന്നത്. ആ 56 വർഷത്തിൻ്റെ സൈന്യം കൃത്യമായ ഇടവേളകളിൽ ഈ തിരച്ചിലിൻ്റെ വിശദമായ വിവരങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് കത്തയക്കാറുണ്ടായിരുന്നു. 2003 മുതൽ കൃത്യമായ ആ കത്തിൻ്റെ ഓരോ 4 വർഷം കൂടുമ്പോഴും ആ കത്തും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഒക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് ഏറ്റവും അവസാനമായി 4 ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു സ്ഥിരീകരണവുമായി ആ ഒരു കത്ത് വീണ്ടും എത്തുന്നത്. എന്തായാലും അവസാനമായി അദ്ദേഹത്തെ ഒന്ന് കാണാൻ, അദ്ദേഹത്തിന് വിരോചിതമായ ഒരു യാത്രയയപ്പ് നൽകാനായി ഇലന്തൂർ ഗ്രാമം തയ്യാറെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ ചിത്രം മാത്രമാണ്. എല്ലായിടത്തും കാത്തിരിക്കുന്നതും ആ വിലാപയാത്ര ഒന്ന് കടന്നു വരുമ്പോൾ ആ ചരിത്ര മുഹൂർത്തത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകുക എന്നതാണ്. നേരത്തെ
ശാലിനിയും പ്രശാന്ത് ഒക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ഒരു തലമുറയ്ക്ക് കേട്ടുകേൾവി മാത്രമുള്ളൊരു പേരാണ്. പക്ഷെങ്കിൽ പുതിയ തലമുറയ്ക്ക് ഇപ്പോഴത്തെ യുവാക്കൾക്ക് അല്ലെങ്കിൽ ഒരു 50 വയസ്സിൽ താഴെയുള്ള ആളുകൾക്കൊന്നും അദ്ദേഹത്തെ പരിചയമുണ്ടായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ പേര് കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ സൈന്യത്തിൽ പോയി കാണാതായ ഒരാൾ എന്നതിനപ്പുറത്തേക്ക് ഒരു വിശദമായ വിവരങ്ങളോ മറ്റു കാര്യങ്ങളോ ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ നിന്ന് രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി നൽകിയ ഒരു വീരപുരുഷനായി തോമസ് ചെറിയാൻ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു പരിവേഷത്തോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇലന്തൂരിലെ ഗ്രാമത്തിലേക്ക് എത്തുക. അദ്ദേഹത്തെ അന്ത്യയാത്ര അയക്കാനായി ആളുകൾ കാത്തിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തും. അവിടെ നിന്ന് സൈനിക വാഹനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടിലേക്ക് എത്തിക്കും. വീട്ടിലെത്തി വീടിനുള്ളിൽ തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കിടത്തും. അവിടെയാണ് പ്രാർത്ഥനയും മറ്റ് മതപരമായ ചടങ്ങുകളും നടക്കുക. അതിനുശേഷം പുറത്ത് നമ്മളിപ്പോൾ നിൽക്കുന്ന വീടിൻ്റെ പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്, പന്തൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ ഭൗതിക ശരീരം പൊതുദർശനത്തിനായി വെക്കും. ഇവിടെ അധിക സമയം ഉണ്ടാവില്ല, ഏതാണ്ട് 2 മണിക്കൂർ മാത്രമാണ് ഇവിടെ ഭൗതിക ശരീരം ഉണ്ടാകുക. അതിനുശേഷം ഇവിടെ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ മാറിയുള്ള ചർച്ചിലേക്ക്, ഇവരുടെ ഇടവകയിലേക്ക്, ആ പള്ളിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോകും. അവിടെയും പൊതുദർശനത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഓർത്തഡോക്സ് സഭയും ഇദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയുണ്ട്. പ്രധാനപ്പെട്ട പുരോഹിതന്മാർ അദ്ദേഹത്തിൻ്റെ സംസ്കാര ശുശ്രൂഷയ്ക്കായി എത്തുന്നുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും രാജ്യം നൽകുന്ന ഒരു സൈനികർ രാജ്യം നൽകുന്ന എല്ലാ പരിഗണനയും എല്ലാ അംഗീകാരവും ഒപ്പം ആ പരിഗണനയും അംഗീകാരവും ഒരു നാട് മുഴുവൻ നൽകാനായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിന് സഭാ നേതൃത്വവും ബന്ധുക്കളും എല്ലാം അത്തരം ക്രമീകരണങ്ങൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടേക്ക് എത്തുന്നതിനുള്ള കാത്തിരിപ്പിലാണ് ഏവരും. KP.